ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഒരു കുട്ടി വ്ളോഗാണ്. എൻ്റെ വെരി ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിലോട്ടാണ് നമ്മൾ ഈ പോകുന്നത്. നമ്മളിന്ന് പോകുന്നത് ഏഷ്യയിൽ തന്നെയുള്ള ഒരു കൺട്രിയിലോട്ടാണ്. ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് ആൻഡ് ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ അപ്കമിങ് വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ ഐ വെൽക്കം യു ആൾ ടു വിയറ്റ്നാം. ഞങ്ങൾ വിയറ്റ്നാം എത്തിയത് 30th ജാനുവരി ആയിരുന്നു. ആ ടൈമിലാണ് അവിടുത്തെ ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് നടക്കുന്നത്. ഇത് ഞങ്ങളുടെ ഹോട്ടലിലെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഡ്യൂ ടു ദി സെലിബ്രേഷൻ ഓഫ് ചൈനീസ് ന്യൂ ഇയർ. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോഴുള്ള വീഡിയോസും ക്ലിപ്സുമാണ് ഇപ്പോൾ കാണുന്നത്. ചൈനീസ് ന്യൂ ഇയർ അവരുടെ വളരെയധികം ബിഗ്ഗസ്റ്റ് സെലിബ്രേഷനാണ്. ആ ടൈമിൽ സിറ്റി ഫുൾ ബിസിയാണ് ആൻഡ് അവർക്ക് നമ്മുടെ ഇവിടുത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ പോലെ തന്നെയാണ് അവർ ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷനും ആഘോഷിക്കുന്നത്. സ്ട്രീറ്റ്സ് ഫുള്ളും കളർഫുള്ളായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഡേ നിന്നത് വിയറ്റ്നാമിൽ ഹാനോയിലായിരുന്നു. സോ അവിടുത്തെ സ്ട്രീറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ ആയിരുന്നു. ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറാണ് വിയറ്റ്നാമിലെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്നത്. ആക്ച്വലി ദിസ് ടെമ്പിൾ വാസ് കൺസ്ട്രക്റ്റഡ് ടു ഓണർ ദി ചൈനീസ് ഫിലോസഫർ കൺഫ്യൂഷ്യസ്. ആക്ച്വലി ഈ ടെമ്പിൾ 1000s ഒരു കിങ് ആണ് കൺസ്ട്രക്ട് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ആഫ്റ്റർ ദാറ്റ് ഒരു 7 years ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊരു ഇമ്പീരിയൽ അക്കാഡമി ആയിട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നത് ടു എഡ്യൂക്കേറ്റ് റോയൽസ് ആൻഡ് നോബിൾസ്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിൻ്റെ അകത്തുള്ള മെയിൻ പോർഷൻ. സോ അവിടെ ഈ കൺഫ്യൂഷ്യസിൻ്റെ ഐഡലൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് വന്നിട്ട് അവർ ഈ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് വാട്ടർ ക്യാൻസ്, പെപ്സി, 7up, മൗണ്ടൻ ഡ്യൂ ഒക്കെയാണ് അവർ സമർപ്പിക്കുന്നത്. നമ്മളിവിടെ അമ്പലത്തിൽ പോകുമ്പോൾ പൂക്കളൊക്കെ കൊണ്ടുപോകുന്ന പോലെ അവർ കൊണ്ടുപോകുന്ന ഐറ്റംസാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ. അകത്തുള്ള കൺസ്ട്രക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി ചൈനീസ് ഐഡിയോളജി പ്രകാരമാണ്. ഞാൻ ആക്ച്വലി അതിൻ്റെ അകത്ത് തന്നെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ബിക്കോസ് എവറിത്തിങ് വാസ് ഡിഫറെൻറ്റ്. നമ്മൾ കണ്ടതുപോലെ അല്ലായിരുന്നു. പിന്നെ ഉള്ളത് ഈ ബേർഡ് ഓൺ ടേർട്ടിൽ എന്നുള്ളൊരു സ്റ്റാച്ചു ആണ്. അവർ ഏറ്റവും കൂടുതൽ വർക്ക്ഷിപ്പ് ചെയ്യുന്നത് ടേർട്ടിൽസിനെയാണ്. ടേർട്ടിൽസിനെ അവർ സീക്രട്ട് ആയിട്ടാണ് കാണുന്നത്. പിന്നെ സിമ്പിൾ ഓഫ് വിസ്ഡം ആൻഡ് ലോഞ്ചിവിറ്റി. ഇൻ ഷോർട്ട്, ദീർഘായുസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നമുക്ക്, അത്രയേ ഉള്ളൂ. സോ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ എല്ലാ ദിവസവും രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ഓപ്പൺഡ് ആയിരിക്കും. പിന്നെ ഇതിനൊരു എൻട്രൻസ് ഫീ വരുന്നുണ്ട് 30,000 VND. ദാറ്റ് ഈസ് അറൗണ്ട് $1.5 പെർ പേഴ്സൺ. ടിക്കറ്റ്സ് നമുക്ക് ഡയറക്റ്റ്ലി അവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. മെയിൻ ഗേറ്റ്സിൽ അല്ലെങ്കിൽ സൈഡ് ഗേറ്റ്സിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ വണ്ടി റെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പെർ ഡേ 30,000 VND ആണ് റെൻറ്റ് വരുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് പെർമിറ്റ് വേണം. ഇനി നമ്മൾ പോകുന്നത് അവിടുത്തെ ഫേമസ് ആയ ഐസ്ക്രീം സ്പോട്ടിലാണ് ട്രാങ് ടിയൻ. പിന്നെ ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും റെഡാണ് തീം. ഇവിടുത്തെ ഫേമസ് ഫ്ലേവറിൽ ഒന്നാണ് യങ് വാനില റൈസ്. അപ്പോൾ നമ്മൾ അതൊന്ന് പറയുകയും ചെയ്തു. പിന്നെ ഒരു മാച്ചയും കൂടെ ട്രൈ ചെയ്തായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് അവിടുത്തെ ഒരു പ്രസം കാണാനായിരുന്നു, ഹോയിലു. ഈ പ്രസം ഉള്ളത് ഹാനോയിൽ തന്നെയായിരുന്നു. സോ ആദ്യം യൂസ് ചെയ്തിരുന്ന ഫ്രഞ്ച് കോളനിസ്റ്റ് ആയിരുന്നു ഡ്യൂറിങ് ദി ടൈം ഓഫ് ഇൻഡോ ചൈന വാർ. ആഫ്റ്റർ ദാറ്റ് ആണ് വിയറ്റ്നാം, നോർത്ത് വിയറ്റ്നാം ആൻഡ് US വാർ വരുന്നതും US പ്രിസണേഴ്സിനെ കീപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തായിരുന്നു. സോ ഈ ഐഡൽസ് എങ്ങനെയാണോ ഇപ്പോൾ ഇരിക്കുന്നത് അതേപോലെയാണ് അവർ പ്രിസണേഴ്സിനെയും ട്രീറ്റ് ചെയ്തിരുന്നത്. കാലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യം ആർഷായിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നതെന്നാണ് അവിടുത്തെ ആ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇതിനും എൻട്രൻസ് ഫീ വരുന്നുണ്ട്, വിച്ച് ഈസ് 30,000 VND. ആൻഡ് ഒരു 1 hour അകത്ത് സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ട്. ടൈമിംഗ് വരുന്നതും 8 AM ടു ഈവനിങ് 5 PM ആണ്. ആൻഡ് സാറ്റർഡേ സൺഡേസ് ഓഫ് അല്ല, വർക്കിംഗ് തന്നെയാണ് സെയിം ടൈമിൽ. ഈ ഒരു ഏരിയ വന്നിട്ട് മെമ്മോറിയലാണ്. ഡ്യൂറിങ് ദി ഇൻഡോ ചൈന ആൻഡ് നോർത്ത് വിയറ്റ്നാം US വാറിൽ നഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒരു മെമ്മോറിയലായിട്ടാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്.
നമ്മൾ ആക്ച്വലി ഈ ട്രിപ്പ് ഓണായിട്ട് പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തൊക്കെയാണ് പോയത്. സോ മാക്സിമം പ്ലേസസ് കാണാൻ പറ്റുന്ന രീതിക്കായിരുന്നു ഞങ്ങളുടെ സ്കെഡ്യൂൾ വന്നിരുന്നത്. ഇനി നെക്സ്റ്റ് പ്ലേസ് വന്നിട്ട് ഹാനോയിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസായ പഗോഡയിലോട്ടാണ് പോയത്. പഗോഡ വേറെ ഒന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ അമ്പലം തന്നെയാണ്. സോ ഈ പഗോഡേൻ്റെ പേര് ട്രാങ്ക്വാക്ക് എന്നാണ്. പിന്നെ ഇവിടെ ടൈമിംഗ് വരുന്നത് മൺഡേ ടു സൺഡേ മോർണിംഗ് 7:30 to 11:30, പിന്നെ നൂൺ 1:30 to 5:30 എൻട്രൻസ് ഫീ ഒന്നും വരുന്നില്ല. പിന്നെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഡ്രസ് കോഡ്സൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ഒന്നും ഇട്ട് അകത്ത് കയറാൻ പറ്റത്തില്ല, ടെമ്പിൾ ആയതുകൊണ്ട്. പിന്നെ ഇതാണ് അവിടുത്തെ സ്തൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗോപുരം, ലൈക്ക് വൺ ഓഫ് ദ ഹൈയസ്റ്റ് ഗോപുരമാണ് ഇവിടുത്തെ. പിന്നെ ഈ ഒരു പഗോഡ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരു ലേക്കിൻ്റെ സൈഡിലാണ്. ആൻഡ് കൺസ്ട്രക്ഷൻ ഈസ് ഓൾസോ യുണീക്ക്. ഇൻറ്റീരിയർ അത്യാവശ്യം നല്ലപോലെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ സൈഡിലും. പിന്നെ വിയറ്റ്നാമിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തോന്നിയത് ഏത് സ്ഥലത്ത് പോയാലും കുറേ നടക്കാനുണ്ടാവും. അതുകൊണ്ട് അത്യാവശ്യം നടക്കാൻ പ്രിപ്പയറായിട്ട് പോവുക. ഇതാണ് അകത്തുള്ള പോർഷൻ, അതായത് മെയിൻ പ്ലേസ് ഓഫ് വർഷിപ്പ്. അവിടെ മെയിൻലി ഫോളോ ചെയ്ത് വരുന്ന ബുദ്ധിസമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ലൈക്ക് ഫ്രണ്ടിൽ വാട്ടർ വെച്ചിട്ടുണ്ട്, 7up കൊക്കക്കോള ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് പോയൻ കീം ലേക്കിലോട്ടാണ്. ഇതാണ് ലേക്കിൻ്റെ എൻട്രൻസ്. കയറുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ ബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട്. ഈ ലേക്ക് 700 meters ലെങ്ത് വരുന്നത്, ഓൾസോ നോൺ ആസ് സോഡ് ലേക്ക്. ഇതൊക്കെ നിയർ ബൈ പ്ലേസസ് ആണ്. ഇനി തൊട്ടടുത്ത് പോകുന്നത് നമ്മൾ വാട്ടർ പപ്പർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. സോ എനിക്കിതൊരു പുതിയ അനുഭവമായിരുന്നു. ഇനി നിങ്ങളും കൂടെ കണ്ട് എൻജോയ്. ഷോൻ്റെ ടൈമിങ്സ് വന്നിട്ട് വൈകിട്ട് 4:10, 5:20, 6:30 ആൻഡ് ലാസ്റ്റ് ഷോ ഈസ് ബൈ 8. 50 minutes ഓരോ ഷോസ് നീണ്ടു നിൽക്കുന്നത്. പിന്നെ ടിക്കറ്റ്സിൻ്റെ പ്രൈസിങ് വന്നിട്ട് 1 lakh to 2 lakh VND വരുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ പോയത് ദി ഫേമസ് ട്രെയിൻ സ്ട്രീറ്റിലാണ്. സോ നമ്മൾ പോയപ്പോൾ ലാസ്റ്റ് ട്രെയിനിന് വേണ്ടിയിട്ടായിരുന്നു ടൈം ഉണ്ടായിരുന്നത്. അറൗണ്ട് 9:15 കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്പോട്ട് എത്തുന്നത്. പിന്നെ 2 സൈഡിലും ഷോപ്സാണ്, എവിടെയെങ്കിലും ഒരു പ്ലേസിൽ നമുക്ക് ഇരിക്കാം. സോ ഇതാണ് ലാസ്റ്റ് ട്രെയിൻ. ഭയങ്കര ക്ലോസ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് ആ ഒരു വിൻഡ് ബ്ലോ ചെയ്യുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട്. പിന്നെ ഷോപ്സ് ഓണറൊക്കെ ഭയങ്കര കെയർഫുള്ളാണ്. വരുന്ന ടൂറിസ്റ്റിനൊക്കെ അവർ അത്യാവശ്യം നല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിൻ സ്ട്രീറ്റിലൂടെ നടന്നിങ്ങനെ പോവുകയാണ്. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ 2 പേരും അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. കാരണം മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള റൊട്ടീൻ ഞങ്ങളുടെ സ്കെഡ്യൂളായിരുന്നു. ആൻഡ് സ്കെഡ്യൂളിലുള്ള 90% ഓഫ് ദ പ്ലേസസ് ഞങ്ങൾക്ക് കാണാനും പറ്റി. അത്യാവശ്യം നല്ല ഹാപ്പിയോടെയാണ് ഞങ്ങൾ റിട്ടേൺ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് പോവുകയാണ്. ഹോട്ടലിലോട്ട് പോകുന്ന വഴിക്കാണ്, അതായത് നമ്മളുടെ ഹോട്ടലുള്ള സ്ട്രീറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. നൈറ്റ് ആ സ്ട്രീറ്റ് ഇങ്ങനെയാണ്, ഇത്രയും കളർഫുള്ളാണ്. അവിടെ വെഹിക്കിൾസ് ഒന്നും പോകത്തില്ല, വലിയ വണ്ടികളൊന്നും പോകത്തില്ല. നടന്നു പോവാം. പിന്നെ 2 വീലേഴ്സ് പോകാം. 2 വീലേഴ്സ് ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം പോകാനായിട്ട്. സോ ഡീറ്റെയിൽഡ് ഐറ്റനറി വേണമെങ്കിൽ കൈൻഡ്ലി കമൻറ്റ്, ഞാൻ ഫസ്റ്റ് ഡേയിലുള്ള ഷെയർ ചെയ്ത് തരാം. ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വ്ളോഗ്. നമ്മൾ ചെന്നപ്പോൾ ഉള്ള ക്ലൈമറ്റും നൈസായിരുന്നു. ലൈക്ക് അത്യാവശ്യം നല്ല ടെമ്പറേച്ചറായിരുന്നു. ലൈക്ക് 13, 14, 15 ആ റേഞ്ചായിരുന്നു. സോ ചൂടില്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല എൻജോയ് ചെയ്തായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഫുഡ് സ്പോട്ടും കൂടെ ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. എല്ലാം കൂടെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.